So, welcome back. Projections as a whole can be classified into subsequent parts. എന്തൊക്കെയാണ് മേജർ പ്രൊജക്ഷൻസ് എന്നതിൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ ഞാൻ പറയാം. പ്രൊജക്ഷൻസിന് ലാർജ്ലി നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പാരലൽ പ്രൊജക്ഷൻസ്, രണ്ടാമത്തത് perspective projections. Now, perspective projections എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 5th മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്കാണ്. അത് 5th മൊഡ്യൂളിൻ്റെ ക്ലാസ്സസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിന് നമുക്ക് കുറച്ചും കൂടി റിയലിസ്റ്റിക് ഡ്രോയിങ്സ് എന്ന് വിളിക്കാം. പെർസ്പെക്റ്റീവ് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണ്, അല്ലെങ്കിൽ റാദർ ദൻ റിയലിസ്റ്റിക് പിക്ടോറിയൽ വ്യൂസ് എന്ന് നമുക്ക് വേണ്ടി വിളിക്കാം. പിക്ടോറിയൽ വ്യൂസ് അതെന്താണെന്നുള്ള ഫോർ ദ ടൈമിംഗ് ലെറ്റ് us stop there. Now let us concentrate on this one. Now parallel projectionsന്റെ രണ്ട് സബ്സിക്വന്റ് പാർട്സ് ആയിരുന്നു. ഒന്ന് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ വ്യൂസ്, രണ്ടാമത്തത് ആക്സണോമെട്രിക് പ്രൊജക്ഷൻസ്. ഓക്കെ, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി പറയാം, നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കാരണം ഇതിൽ ബേസിക്കലി മൾട്ടി വ്യൂ പ്രൊജക്ഷൻസ് ആണ് ഓർത്തോഗ്രാഫി. കാരണം വെച്ചാൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻസിൽ നമ്മൾ ഒബ്ജക്ട്സിനെ എങ്ങനെ പ്ലേസ് ചെയ്യും. അതായത് ഇപ്പോൾ ഇതാണ് ക്യൂബെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ബോട്ടം വ്യൂ, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ, ഓരോന്നും സിംഗിളായി കാണുന്നതിന് നമ്മൾ മൾട്ടി വ്യൂ പ്രൊജക്ഷൻസ്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസിലെ മൾട്ടി വ്യൂ പ്രൊജക്ഷൻസ് എന്ന് പറയും. നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ആക്സണോമെട്രിക് പ്രൊജക്ഷൻസ്. ആക്സണോമെട്രിക് പ്രൊജക്ഷൻസിൻ്റെ 3 പാർട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് വൺ വാസ് ഐസോമെട്രിക്, second was dimetric, and the third one was what? Trimetric. ഈ 3 ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, ആക്സണോമെട്രിക് പ്രൊജക്ഷൻസിലെ 3 സെക്ഷൻസ്. ഇതിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻസ് ആണ് നമ്മളുടെ 4th മൊഡ്യൂൾ. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ 4th മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഐസോമെട്രിക് പ്രൊജക്ഷൻസ് ആണ്. ഇനി നമുക്ക് ഐസോമെട്രിക് പ്രൊജക്ഷൻസിലേക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഞാനൊരു നേരത്തെ വരച്ച ക്യൂബിനെ തന്നെ ഞാനൊന്നും കൂടി ഐസോമെട്രിക് പ്രൊജക്ഷൻസിൻ്റെ രീതിയിലൊന്ന് വരക്കാം. ഐസോമെട്രിക് പ്രൊജക്ഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 1-2 പ്രധാനപ്പെട്ട ടേമുകളുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഐസോമെട്രിക് ആക്സിസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സപ്പോസ് ലെറ്റ് ദിസ് പോയിന്റ് ബി ഒ. ഞാൻ ഈ പോയിന്റിനെ ഒ ആയിട്ട് ഇട്ടിട്ട് ഐ ആം ഗോയിങ് ടു എക്സ്റ്റെൻഡ് ദിസ് എഡ്ജ്. ഈ എഡ്ജിനെ ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ആക്കി, ഈ എഡ്ജിനെ ഞാൻ ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ആക്കി, ഈ എഡ്ജിനെ ഞാൻ താഴേക്കും എക്സ്റ്റെൻഡ് ആക്കിയാൽ ഇത് മൂന്നും നമ്മൾ സാധാരണ ഓർത്തോഗ്രാഫിക്കിൽ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് അല്ലെങ്കിൽ 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് എക്സ് വൈ എന്ന് പറയുന്ന പോലെ അതിനൊരു 3 ഡയമെൻഷണൽ വ്യൂവിലേക്ക് നമ്മൾ മാറ്റിയാൽ നമുക്ക് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് ഉണ്ട്. സോ ആ പെർപെൻഡിക്കുലാരിറ്റി മാറിയിട്ട് നമ്മൾ ഈ രീതിയിൽ ഞാൻ വരയ്ക്കുന്ന ഷീറ്റ് ഓഫ് പേപ്പർ ഒരു 2 ഡയമെൻഷണൽ ഒബ്ജക്റ്റാണ്. ഈ ഒരു 2 ഡയമെൻഷണൽ ഒബ്ജക്റ്റിൻ്റെ മേലെയാണ് ഞാനൊരു 3D ടൈപ്പിലൊരു ഫിഗർ വരക്കുന്നത്. ദാറ്റ് മീൻസ് ഒരിക്കലും ഈ എഡ്ജസ് ഒന്നും 90 ഡിഗ്രി അല്ല. സോ ഇവിടെ വരുന്ന ഈ എഡ്ജസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൽഫ അല്ലേ, 120 ഡിഗ്രി. ദിസ് വാസ് ബീറ്റ, അഗെയിൻ 120 ഡിഗ്രി, ആൻഡ് ദിസ് വാസ് ഗാമ, ഇതും 120 ഡിഗ്രി. നൗ ദിസ് എക്സ്റ്റെൻഡഡ് ലൈനിന് ഞാൻ എക്സ് എന്ന് പേര് കൊടുക്കുന്നു, ഈ ലൈനിന് ഞാൻ സെഡ് എന്ന് പേര് കൊടുക്കുന്നു, ഈ ലൈനിന് ഞാൻ വൈ എന്ന് പേര് കൊടുക്കുന്നു. ഇവിടെ ഒ എക്സ്, ഒ സെഡ് ആൻഡ് ഒ വൈ ബിക്കംസ് മൈ 3 ഐസോമെട്രിക് ആക്സസ്. സോ ഇതിനെ നമ്മൾ ഐസോമെട്രിക് ആക്സസ് എന്ന് പറയും. 3 ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള, ഈക്വലി ഇൻക്ലൈൻഡ് മീൻസ് നോട്ട് പെർപെൻഡിക്കുലർ, ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള 3 ആക്സിസ് ഈ രീതിയിൽ വരച്ചാൽ കിട്ടും. ആ ആക്സിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോമെട്രിക് ആക്സിസ് എന്ന് പറയുന്നത്. ഇനി ഈ സപ്പോസ് ഈ ഒബ്ജക്റ്റിൽ ഐ എം ഗോയിങ് ടു ഡ്രോ എ ലൈൻ ലൈക്ക് ദിസ്. ഈ ലൈനെ ഞാൻ പി ക്യൂ എന്ന് പേരിട്ട്. നൗ see here
പി ക്യു ഈസ് പാരലൽ ടു വിച്ച് വൺ? ഒ സെഡ് അല്ലേ? ഒ സെഡ് എന്തായിരുന്നു? നമ്മൾ ഐസോമെട്രിക് വൺ ഓഫ് ദ ഐസോമെട്രിക് ആക്സിസ് ആണ്. സോ എനി ലൈൻ വിച്ച് ഈസ് പാരലൽ ടു എനി വൺ ഓഫ് ദ ഐസോമെട്രിക് ആക്സിസ് ഈസ് നോൺ ആസ് വാട്ട്? ഐസോമെട്രിക് ലൈൻ. ഐസോമെട്രിക് ലൈൻ എന്ന് പറയും. ഏതൊരു ലൈൻ ഏതെങ്കിലും ഒരു ഐസോമെട്രിക് ആക്സിസിന് പാരലാണെങ്കിൽ ആ ലൈനെ നമ്മൾ വിളിക്കും ഐസോമെട്രിക് ലൈൻ. ഐസോമെട്രിക് ലൈൻ അല്ലാതെ സപ്പോസ് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ വരച്ചു വിചാരിക്കാം. ലെറ്റ് ദിസ് ലൈൻ ബി ആർ എസ്. നൗ ആർ എസ് ഈസ് നോട്ട് പാരലൽ ടു എനി വൺ ഓഫ് ദ ഐസോമെട്രിക് ലൈൻസ്. ഒ എക്സ് ആയിട്ട് പാരലൽ അല്ല, ഒ സെഡ് ആയിട്ട് പാരലൽ അല്ല, ഒ വൈ ആയിട്ട് പാരലൽ അല്ല. സോ ആർ എക്സ് എന്താണ്? ആർ എക്സ് ബിക്കംസ് എ നോൺ ഐസോമെട്രിക് ലൈൻ. ആർ എക്സ് നോൺ ഐസോമെട്രിക് ലൈൻ ആണ്. ഇനി ഐസോമെട്രിക് ആക്സസുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് ഐസോമെട്രിക് ലൈൻസ് കൊണ്ടോ ഉണ്ടാക്കപ്പെടുന്ന ഒരു പ്ലെയിനെ നമ്മൾ എന്ത് വിളിക്കും? ഐസോമെട്രിക് പ്ലെയിൻ എന്ന് വിളിക്കും. ലെറ്റ് ദിസ് ബി ഒ. ഈ പോയിന്റ് എ എന്ന് പേര് കൊടുക്കുന്നു, ഞാൻ ബി എന്ന് പേര് കൊടുക്കുന്നു, ഇതിനെ സി എന്ന് പേര് കൊടുക്കുന്നു. ദാറ്റ് മീൻസ് ദ parallelogram or this shape of the figure formed by OABC becomes one of the isometric planes. എന്തുകൊണ്ടാണ് ഇതിനെ ഐസോമെട്രിക് പ്ലെയിൻ എന്ന് വിളിക്കാൻ കാരണം this is a combination of isometric lines. See, AB is a line which is parallel to OY, that becomes an isometric line. BC is a line which is parallel to OX, that becomes another isometric line. And OC is again a line which is coming on an isometric axis, so it is again an isometric line. Hence, this plane OABC is formed by a combination of isometric lines. Hence, this is known as isometric plane. So, ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ഈ ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്? ഐസോമെട്രിക് ലൈൻസ്, ആക്സസ് ആൻഡ് പ്ലെയിൻസ്. ഓൾവേസ് കീപ് ദിസ് ഇൻ മൈൻഡ്. ഒരു ഐസോമെട്രിക് ഫിഗർ അത് പ്രൊജക്ഷൻ ആയാലും വ്യൂ ആയാലും വരക്കുമ്പോൾ ദാറ്റ് ഫിഗർ ഓൾവേസ് ഇൻക്ലൂഡ്സ് ഓൾ ദ ത്രീ തിങ്സ്. ഐസോമെട്രിക് പ്ലെയിൻസ് ഉണ്ടാവും, ഐസോമെട്രിക് ആക്സസ് ഉണ്ടാവും, ഐസോമെട്രിക് ലൈൻസ് ഉണ്ടാവും.